എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്താൻ പോണത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ നോക്കി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ്, WC ബാനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം? ആൻസർ സി, ധാക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ആൻസർ എ, കഴ്സൺ പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ സി ആണ്, ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡി, രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ആൻസർ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഡി, നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ആൻസർ ബി ആണ്, പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യമേത്? ഇന്ത്യ, ബ്രിട്ടൻ, ഇസ്രായേൽ, അമേരിക്കൻ ഐക്യനാടുകൾ. ആൻസർ സി ആണ്, ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പിന്നെ എവിടെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ? ആൻസർ ബി, കെ കേളപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? ആൻസർ ഡി, ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ആൻസർ എ, ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരെ? ആൻസർ ബി, ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA യിൽ ചേർന്ന മലയാളി? ആൻസർ ബി, വക്കം അബ്ദുൽ ഖാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ആൻസർ സി, ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? ആൻസർ എ, സ്പെയിൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ആൻസർ ഡി, ഫോർവേഡ് ബ്ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ആൻസർ ബി, വില്യം ലോഗൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരെ? ആൻസർ ബി, VP മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ആൻസർ എ, കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരെ? ആൻസർ സി, ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരെ? ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആൻസർ ഡി ആണ്, കാറക്കോറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ആൻസർ ബി, ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ആൻസർ ബി, കബനി. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ആൻസർ എ, റെഡ്ക്ലിഫ് രേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ആൻസർ ബി, ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആൻസർ ബി, ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ആൻസർ സി, വിഴിഞ്ഞം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ എ, ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ആൻസർ ബി, പാമ്പാടും ചോല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആൻസർ ബി, MP രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ സി, ശാസ്താംകോട്ടക്കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? ആൻസർ എ, മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ സി, ഇടുക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? ആൻസർ സി, നെടുമ്പാശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ എ, മീനങ്ങാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ആൻസർ ഡി, കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരെ? ആൻസർ എ, ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ആൻസർ ഡി, ജൂലൈ 14, 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ആൻസർ എ, കുടുംബശ്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? ആൻസർ ബി, കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ആൻസർ സി, ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K. ശിവൻ, പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ, വിക്ഷേപണ വാഹനം LV Mark 3, വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ആൻസർ ഡി ആണ്, 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ആൻസർ എ, പിണറായി വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ? ആൻസർ എ, എന്റെ വഴിത്തിരിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ? ആൻസർ സി, മുഹമ്മദ് സിറാജ്.
2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ആൻസർ ഡി, അമിതാഭ് കാന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ എ, ആഡം സ്മിത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ആൻസർ എ, കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഡി, ക്വാഷിയോർക്കർ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ബി, സൈലന്റ് വാലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ആൻസർ സി, ലക്ഷഗംഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സി, പ്ലാസ്റ്റിക് മലിനീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഡി, ആശാധാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏതു വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ആൻസർ ബി, ചെറുധാന്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏതു മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ആൻസർ സി, 5. pH 5 ഉള്ളതിലാണ് കുമ്മായം ചേർക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ക്രയോലൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പർ കുപ്രൈറ്റ്. ആൻസർ ബി ആണ്, ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? ആൻസർ ഡി, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായി ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഹെൻറി മോസ്ലി, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ആൻസർ ഡി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രോൺ ജെ തോംസണും ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്കും പിന്നെ പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. ആൻസർ എ ആണ്, വസ്തുവിൽ ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് എന്നുള്ളതും വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ആൻസർ സി, 2023 സെപ്റ്റംബർ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ആൻസർ സി, നോർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം? ആൻസർ ഡി, കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗകാരി? ആൻസർ ബി, പ്ലാസ്മോഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? ആൻസർ സി, CT സ്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം?
ആൻസർ സി ജൂൺ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. ആൻസർ എ തൃശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്. ആൻസർ സി തൊണ്ടമുള്ള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. ആൻസർ എ സർക്കോമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. ആൻസർ സി നിരാമയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്. ആൻസർ ഡി 2008. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ ബി കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ആൻസർ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തി പരിഹരിക്കുവാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. ആൻസർ സി സശ്രദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ജന്തുരോഗ ദിനം. ആൻസർ എ ജൂലൈ 6. നെക്സ്റ്റ്, അവർ ഒഴിവാക്കിയതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ JP നദ്ദയാണ്. പിന്നെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.